അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാന്യ സദസ്സിനു വന്ദനം. കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും ഒരു കഥ കേൾക്കാൻ ഇഷ്ടമാണല്ലോ. ഇഷ്ടമില്ലാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല, അല്ലേ? എന്നാൽ ഞാൻ ഒരു കഥ പറഞ്ഞു തരാം. കഥയുടെ പേരാണ് ഒറ്റപ്പെട്ടവർ. കാർ ആ വലിയ കെട്ടിടത്തിനു മുന്നിൽ നിർത്തി. അതിൽ നിന്ന് ഒരു ചെറുപ്പക്കാരനും കൂടെ ഒരു വൃദ്ധനും ഇറങ്ങി വരുന്നുണ്ട്. വൃദ്ധനെ നമുക്ക് മുത്തശ്ശൻ എന്ന് വിളിക്കാം. അതാണ് നമുക്കെല്ലാവർക്കും ഉചിതം. അവർക്ക് രണ്ടുപേർക്കും അവിടെ ആകെയെല്ലാം ഇഷ്ടപ്പെട്ടു. കാരണം അവിടെ വലിയ മുറ്റവും പൂന്തോട്ടവും താമരക്കുളങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇതൊക്കെ നോക്കി നിൽക്കെ റിസപ്ഷനിസ്റ്റിനരികിലേക്ക് ചെറുപ്പക്കാരൻ നടന്നു. റിസപ്ഷനിസ്റ്റ് ചോദിച്ചു, പേരെന്താ, വയസ്സെത്രയാ? അപ്പോൾ ചെറുപ്പക്കാരൻ മടിച്ചുകൊണ്ട് പറഞ്ഞു, ആ നിൽക്കുന്നതാണ് എൻ്റെ അച്ഛൻ. പേര് രാമൻകുട്ടി, വയസ്സ് 75. അച്ഛനെ നോക്കാൻ വീട്ടിൽ ആരും തന്നെ ഇല്ല. ഞങ്ങൾ ദൂരെ അങ്ങ് ദുബായിലാണ് താമസിക്കുന്നത്. പോരാനിട്ട് അച്ഛന് അവിടെ ഒന്നും ശരിയാവുകയും ചെയ്യില്ല. അച്ഛന് ഷുഗറും പ്രഷറും ഒക്കെയുണ്ട്. ഇതൊക്കെ ശരിയാണെന്ന ഇവിടെ ആകുമ്പോൾ എല്ലാവരോടും മിണ്ടിയും പറഞ്ഞും ഇരിക്കാലോ. ഇതൊക്കെ ശരിയാണെന്ന ഭാവത്തിൽ റിസപ്ഷനിസ്റ്റ് തലയാട്ടിക്കൊണ്ട് ചോദിച്ചു, ഏത് തരം മുറിയാണ് വേണ്ടത്? എന്ത് ഭക്ഷണമാണ് കഴിക്കുക? അപ്പോൾ മറുപടിയായി ചെറുപ്പക്കാരൻ പറഞ്ഞു, എൻ്റെ അച്ഛന് വലിയൊരു മുറി തന്നെ ആയിക്കൊള്ളൂ. AC-യും ഫാനും TV-യും ഒക്കെയുള്ള ഒരു വലിയ മുറി തന്നെ. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എൻ്റെ അച്ഛന് ഇഷ്ടമുള്ളത് എന്തും കൊടുത്തോളൂ, പൈസ ഞാൻ മാസത്തിൽ അയച്ചു തരാം. ഇതൊക്കെ പറഞ്ഞതിനു ശേഷം ബാക്കി സാധനങ്ങൾ എടുക്കാൻ കാറിലേക്ക് ചെറുപ്പക്കാരൻ നടന്നു. ഈ സമയം ഇതൊന്നും അറിയാത്ത പാവം മുത്തശ്ശൻ എല്ലാം നോക്കി നിൽക്കെ ഒരു ഫാദർ ആ വലിയ കെട്ടിടത്തിന് മുന്നിലൂടെ നടന്നു. ഫാദർ ആയിരുന്നു ഇതിന്റെ ഓണർ. ഫാദർ അച്ഛനെ കണ്ടതും കെട്ടിപ്പിടിച്ച് എന്തൊക്കെയോ മിണ്ടിയും പറഞ്ഞും നിൽക്കുന്നുണ്ടായിരുന്നു. ദൂരെ നിന്ന് ചെറുപ്പക്കാരൻ ഇതൊക്കെ കാണുന്നുമുണ്ടായിരുന്നു. അച്ഛൻ ഇതൊക്കെ നോക്കി നിൽക്കെ ഫാദർ അവിടെ നിന്ന് കടന്നുപോയി. സാധനങ്ങൾ എടുത്തു വെച്ചതിന് ശേഷം ചെറുപ്പക്കാരൻ ഫാദറിനരികിലേക്ക് വന്നുകൊണ്ട് ഫാദറിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് എൻ്റെ അച്ഛനെ അറിയുന്നത്? അപ്പോൾ ഫാദർ മറുപടിയായി പറഞ്ഞു, അതോ 10-35 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്ന് ഒരു ചെറിയ ബാലനെ അദ്ദേഹം ദത്തെടുത്തിരുന്നു. അത് തൻ്റെ മകൻ അറിയാൻ പാടില്ല എന്നും പറഞ്ഞിരുന്നു. ഇത് കേട്ടതും ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് അച്ഛനരികിലേക്ക് ഓടിച്ചെന്നുകൊണ്ട് അച്ഛനോട് മാപ്പ് പറഞ്ഞു. കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും ഈ കഥ ഇഷ്ടമായോ? നാം നമ്മളെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ ഒരിക്കലും വൃദ്ധസദനത്തിൽ കൊണ്ടിടരുത്, തെരുവിലും വലിച്ചെറിയരുത്. എന്നാൽ ചിലവർ അങ്ങനെയല്ല, സ്വന്തം മാതാപിതാക്കളെ തെരുവിൽ വലിച്ചെറിയുന്നു, വൃദ്ധസദനത്തിൽ കൊണ്ടുവെക്കുന്നു. അരുത്, ഒരിക്കലും അരുത്. വാർദ്ധക്യം എന്നത് ഒരു രോഗമല്ല, അത് ഒരു അവസ്ഥയാണ് എന്നും പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.